ആയിട്ട് വർക്ക് ചെയ്യുന്ന സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. വെൽക്കം ടു ദ സ്ക്രീൻ. ഗുഡ് ഈവനിങ് ഉണ്ട്, കേൾക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വളരെ ഓക്കെയാണ് സാർ. എന്താ പറയുക, ഭയങ്കര മഴയുടെ കാര്യം പറയുന്നുണ്ടൊക്കെ പറഞ്ഞ പ്രമോദ് കുമാർ സാറൊക്കെ അടിപൊളിയായിട്ട് എന്ത് സൂപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കണേ കാണുന്നുണ്ട്. ഒരുപാട് പേരുടെ മുഖങ്ങള്, ഒരുപാട് സന്തോഷം. ബാബു സാർ നമസ്കാരം, ഓമന മാഡം, മൊയ്തുണ്ണി സാർ, എല്ലാവർക്കും സോ മച്ച്. രമ്യ പറഞ്ഞ പോലെ പനിയായിരുന്നു, വയ്യായിരുന്നു. അതിന്റെ സമയത്ത് ഞാൻ ഫിജി കാർട്ടിന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മീറ്റിംഗിൽ ഏകദേശം 1000-ഓളം വരുന്ന ആൾക്കാരുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ട് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയും അതിന്റെ പേരാണ് ഫിജിക്കാർഡ്.com. സത്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ കൂടെ നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഫിജിക്കാർട്ടാണെന്ന് നിസ്സംശയം പറയാം. കാരണം വേറൊന്നുമല്ല, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കുറെ വ്യക്തികളുണ്ടാവും. 2 മാസമായിട്ടുള്ളവരുണ്ടാവും, 3 മാസമായിട്ടുള്ളവരുണ്ടാവും, 1 വർഷമായിട്ടുള്ളവരുണ്ടാവും, 2 വർഷമായിട്ടുള്ളവരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 2016 നവംബർ 14-ാം തീയതി, ഇത് വരാൻ പോകുന്ന അടുത്തൊരു മാസം കഴിയുമ്പോൾ നവംബർ 14-ാം തീയതി ആവുമ്പോഴും ഞാൻ ഫിജിക്കാർട്ടിൽ ഏകദേശം 8 വർഷത്തിൽ കൂടുതൽ സമയമായി. എന്തുകൊണ്ട് ഇപ്പോഴും ഈ ചങ്ങാതിക്ക് ഇതല്ലാതെ വേറൊരു പണിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഈ കമ്പനീനെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാര്യം. അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊന്നും അറിയില്ല. കാരണം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താ പറയുക, ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞപ്പോ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ 15 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇൻവെസ്റ്റ്മെന്റ് കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഇന്ന് വരെയും ഫിജിക്കാർട്ട് അല്ലാതെ ഞാൻ ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. കാരണം ജോലിക്ക് പോവുക, കാരണം ചെറുപ്പം മുതൽ എന്താ പഠിപ്പിച്ചെന്നിരിക്കണം, നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലിക്ക് പോവുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രീതികളിൽ നിന്ന് വൈകുന്നേരം ഒരു 7 മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരിക, വീട്ടിൽ വരിക, ഏഷ്യാനെറ്റ് ന്യൂസ് കാണുക, അതിലിരിക്കുന്ന വല്ല വാർത്താ ചാനലിലെ കുറ്റങ്ങൾ പറയുക, കൂട്ടുകാരെ വിളിക്കുക, എല്ലാ വെള്ളിയാഴ്ചയും ക്രിക്കറ്റ് കളി കാണാൻ പോവുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക, ഇങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ ലൈഫ് സ്റ്റൈൽ എന്ന ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ, അതും ഫിജിക്കാർട്ടിലേക്ക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജോലിക്കാരൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലേക്ക് എന്നെ വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഫിജിക്കാർട്ട്. കാരണം ഇത് ഒരിക്കലും പുതിയതായിട്ടുള്ള പല വ്യക്തികളും വിചാരിക്കുക എന്താ അറിയോ, എന്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോയാലും എല്ലാവരും പറയുന്ന കാര്യം ഒക്കെ മോട്ടിവേഷൻ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർ എക്സാജറേറ്റ് ചെയ്ത് പറയും, അത് കിട്ടി പറയും, ഇത് കിട്ടി പറയും. എനിക്ക് എന്ത് കിട്ടിയെന്ന് കേട്ടിട്ട് ഒരാളും ഈ ബിസിനസ് തുടങ്ങണ്ടെന്നാണ് ഞാൻ പറയുക. കാരണം എന്താ അറിയോ, എന്റെ കഴിവ് വേറെ ആയിരിക്കും, നിങ്ങളുടെ കഴിവ് വേറെ ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാ ഫിജിക്കാർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സത്യല്ലേ? പല ലക്ഷ്യത്തിലേക്ക് പല രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു കൊടക്കീഴിൽ വന്ന് ഒരു ബിസിനസിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്നുകൊണ്ട് വിജയിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ആ വിജയം സുനിശ്ചിതമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഫിജിക്കാർട്ട്.com-ലേക്ക് കൊണ്ടുവന്ന ഒരേ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, വിജയിച്ച വ്യക്തികളുടെ കൂടെ നിന്നാൽ നമുക്കും വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയായിരുന്നു ഡോക്ടർ ബോബി ചെമ്മണ്ണ എന്ന് പറഞ്ഞ വ്യക്തി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചെയർമാൻ. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഫിജിക്കാർട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. 2016 ഈ ബിസിനസ് തുടങ്ങുന്നു. 2020 കോവിഡിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നത്. 2022 ജൂലൈ 23-ാം തീയതി ഫുൾ ടൈം ആയിട്ട് ഫിജിക്കാർട്ട് ഏറ്റെടുത്തപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ചോദിച്ചത്, സോപ്പും ഷാമ്പും വെക്കുന്ന പരിപാടിയായിട്ടൊക്കെ എന്തിനാ മനുഷ്യ പോണേ, അല്ലാതെ വീട്ടിലുള്ള മര്യാദക്കുള്ള ജോലി ചെയ്താൽ പോരേ ചോദിച്ചു. കാരണം ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ മന്ത്ലി ഗൾഫിൽ സാലറി മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വരണേ. നമ്മൾ പറയണ കഥ എന്താ, ഇവിടെ ഈ പ്രോഡക്റ്റ് ഉണ്ട്, വീട്ടു സാധനങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങണം. അപ്പൊ ആ സമയത്ത് എന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, ഫിജിക്കാർട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ തനിച്ചാ ഉള്ളത്. കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയൊക്കെ UK-ലാണ്, വിദേശത്താണ്. അപ്പൊ ആ സമയത്ത് നല്ലവനായ എന്റെ അമ്മാവൻ, ഞാൻ ഓരോ ഫിജിക്കാർട്ടിന്റെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഈ ഫോട്ടോ എടുത്തിട്ട് എന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. ഇതാ നിന്റെ മോൻ ഏതോ കടത്തിണ്ണെ പോയി ഇരിക്കുന്നുണ്ട്, എന്തോ ബിസിനസിന്റെ പരിപാടിയാന്നൊക്കെ പറയണേന്ന് പറഞ്ഞു. പക്ഷേ അതിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 4-5 മാസം മുന്നേ മലപ്പുറത്ത് വെച്ച് ഞങ്ങളൊരു ടീമിന്റെ ഒരു പ്രോഗ്രാം വന്നപ്പോ 4000-ഓളം പേര് പങ്കെടുത്ത ഒരു ഈവെന്റില്
സ്കോട്ട്ലാൻഡിൽ നിന്ന് എന്റെ അച്ഛനും അമ്മേനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അവര് ചോദിച്ചു, എടാ ജീവിതത്തില് നീ ഒരു ജോലിക്ക് പോയാൽ ചിലപ്പോൾ ഇതിനേക്കാളും സമ്പാദിച്ചിട്ടുണ്ടാവില്ലേ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയ ഒരേ ഒരു മറുപടി എന്താന്ന് വെച്ചാൽ, ആ ഇരിക്കുന്ന 10,000-3000 വരുന്ന ആ ജനഹൃദയങ്ങളിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് ഫിജി കാട്ടിൽ എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ജീവിച്ചു പോകണം, കുറെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മുടെ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു കൺസെപ്റ്റിന്റെ പേരാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കാരണം പലപ്പോഴും പറയാറുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പ്ലാനും കാര്യങ്ങളൊക്കെ മധു സാറ് പറഞ്ഞു. നിങ്ങൾ ഇത് കേട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടി. നടക്കില്ലടാ, ചെയ്യാൻ പറ്റില്ലടാ, നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിച്ചപ്പോ ഇന്ന് അവർ ഓരോരുത്തരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫിജികാർഡ്.com കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ, പല വീടുകളിലും പോയി നമ്മൾ ഓരോരുത്തരും ഫിജികാർഡിന്റെ പ്ലാൻ പറയുന്നുണ്ട്. പലരും പറയും ഇതൊക്കെ നടക്കില്ല, ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെയുള്ള കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഫിജികാർഡ്.comൽ ഒരേ ഒരു സത്യം എന്താന്ന് വെച്ചാൽ, ബിസിനസിന് വേണ്ടി പറയല്ല, അതിന്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരാളെ ലെഫ്റ്റും റൈറ്റും അവരുടെ കൂടെ നിന്ന് അവരെ വിജയിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കി അവനൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോ അന്ന് തുടങ്ങുന്നു നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ കാരണം. സത്യല്ലേ? അതാണ്, ആ നന്മയാണ് സുഹൃത്തെ ഈ ബിസിനസിന് ഏറ്റവും വലിയ സാധ്യത. കാരണം വേറൊന്നും കൊണ്ടല്ല പറയണേ, നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരും ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരുമിച്ച് വന്നപ്പോ ഈ ബിസിനസ്സിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന്റെ ഒരേ ഒരു കാരണം, ഈ ബിസിനസ്സിൽ നമ്മളൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി എടുത്താൽ പോലും, ഞാൻ വേറൊന്നുമല്ല പറയണേ, പലപ്പോഴും ചിന്തിക്കുക എന്താ അറിയോ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോഴിക്കോട് ബീച്ചിൽ ഒരു ഉന്തുവണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ എന്റെ സുഹൃത്തെ ഇന്ന് വേണം 1,00,000 രൂപ. കോർപ്പറേഷനിൽ കെട്ടിവെക്കുന്ന കാശാണ് ഞാൻ പറയണേ. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞു ബിസിനസ് ചെയ്യണമെങ്കിൽ മാസം 5,000 രൂപ കടയ്ക്ക് വാടക കൊടുത്താൽ പോലും 10 മാസം അതിന്റെ വാടകയ്ക്കുള്ള മുൻകൂർ അഡ്വാൻസ് കൊടുത്താൽ പോലും ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആയിരങ്ങൾ മുടക്കിക്കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് മാറ്റി വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടുന്ന ബിസിനസിന്റെ പേരാണ് ഫിജികാർഡ്.com. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന്, ക്ലിയർ ആവുന്നുണ്ടോ? കാരണം എന്തുകൊണ്ടാ പറയണെന്ന് അറിയോ, ഫിജികാർഡ്.com എന്ന് പറഞ്ഞ ഈ ബിസിനസ്സിൽ വന്നാലും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങിച്ചേ തീരൂ, നമ്മളെ വീട്ടിലേക്കുള്ള ക്ലീനിങ് പ്രോഡക്റ്റ് വാങ്ങിച്ചേ തീരൂ. ശരിയാണോ അല്ലയോ? പക്ഷെ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് ഫിജികാർഡിലൂടെ നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മനോഹാരിത മനസ്സിലാക്കിയ എന്താ അറിയോ, ഞാൻ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി തിരിച്ചറിഞ്ഞത് ഒരു വർഷം മുന്നേ ഞാൻ എന്റെ അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടി സ്കോട്ട്ലാൻഡിൽ പോയ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞടാ വീടിന്റെ പാല് കാച്ചാണ്, ചുമ്മാ ചോദിച്ചത്, അളിയ പെയിന്റ് അടിച്ചോ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞില്ല, പെയിന്റ് അടിച്ചിട്ടില്ല, അടിക്കാൻ പോണേ ഉള്ളൂ. പറഞ്ഞ ഒരു കാര്യം ചെയ്ത്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, 7 വർഷം വരെ ആന്റി ഫംഗൽ വാറന്റി ഉള്ള ടിഗോനോ എന്ന് പറഞ്ഞ ഒരു പെയിന്റ്, അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. നേരത്തെ മധു സാർ പറഞ്ഞ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് എന്താന്നൊക്കെ തിരിച്ചറിഞ്ഞത് അന്നാ. പുള്ളിക്കാരൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു, എടാ അളിയാ വീടിന്റെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് നിനക്ക് വരാൻ പറ്റില്ല, നീ പുറത്തായിരുന്നല്ലോ പറഞ്ഞു. പക്ഷെ ഏകദേശം ഒരു 10-200 ലിറ്റർ പെയിന്റ് പുള്ളിക്കാരൻ വാങ്ങി. ഒരു 9,000 രൂപ 10,000 രൂപയ്ക്ക് മേലെ കമ്മീഷനായിട്ട് മാത്രം, അതിന്റെ ഇൻസെന്റീവായിട്ട് മാത്രം എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നടന്നില്ല, ഞാൻ നാട്ടുകാരുടെ അടുത്ത് വിൽക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഞാൻ അതിന് സ്റ്റോക്ക് നോക്കിയില്ല, ഡെലിവറി നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, അക്കൗണ്ട്സ് നോക്കിയില്ല, ബാങ്കിങ് നോക്കിയില്ല, ഒരു കാര്യവും നോക്കാതെ റെഫറൽ എന്ന് പറയുന്ന, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, നല്ലതാണെടാ അളിയ വേണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്ത് എനിക്ക് ഇന്ന് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരല്ലേ ഫിജികാർഡ്.com. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ നാട്ടിൽ ഒരു പെയിന്റ് കട തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കോടികളുടെ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു 10 പേര് വരുമ്പോൾ ചിലപ്പോൾ ഒരാൾ വാങ്ങിക്കും, അല്ലെങ്കിൽ 2 പേര് വാങ്ങിക്കും. എത്ര ഡെഡ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫർ ചെയ്യാൻ, സ്റ്റോക്ക് ചെയ്യേണ്ട, എടുത്തോണ്ട് നടക്കണ്ട, ഡെലിവറി ചെയ്യേണ്ട, ബാങ്കിങ് നോക്കണ്ട, അക്കൗണ്ടിങ് നോക്കണ്ട, പോരാഞ്ഞിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് കമ്പനി കുറെ പ്രോഗ്രാം ഒന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ നടക്കില്ല എന്ന്. ഇതൊരു മൈൻഡ് സെറ്റാ സാറേ. കാരണം എന്തുകൊണ്ടാ പറയണെന്ന് അറിയോ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ അവസരം നഷ്ടപ്പെട്ടു. 2016 ഞാൻ ഫിജികാർഡ്.comലേക്ക് വരുമ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മനോഭാവത്തിലാണ് വന്ന, അടിച്ചാൽ അടിക്കട്ടെ എന്ന് ചിന്തിച്ചതാ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, മാസം 5 ലക്ഷം രൂപയ്ക്ക് മേലെ സാലറി മേടിക്കുന്നുണ്ട്, വൈഫ് ഒരു സയന്റിസ്റ്റ് ആണ്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, അച്ഛനും അമ്മയും വിദേശത്തുണ്ട്. ഫിജികാർഡ്.com എന്ന് പറഞ്ഞൊരു ബിസിനസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല.
പക്ഷെ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി വരാൻ നമ്മളെപ്പോഴും ചിന്തിക്കുന്നില്ലേ, ഒരുപാട് അറിവുണ്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത്. കാരണം ഞാനത് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് സക്സസ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം അത് എന്തുകൊണ്ടാ പറയണെന്നറിയോ, എത്ര തൊഴിലവസരങ്ങൾ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാർത്ത നിങ്ങൾ കേട്ടാൽ, അമേരിക്കയിൽ ലോക്ക്ഡൌൺ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ചു. 4 ലക്ഷത്തോളം വരുന്ന എംപ്ലോയീസ് വീട്ടിലിരിക്കുക. പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യത്ത് അത്രയും പേര് വെറുതെ ഇരുന്നിട്ട് പോലും എന്തെങ്കിലും സിസ്റ്റം മുടങ്ങിയോ, എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ മുടങ്ങിയോ, എയർലൈൻ എന്തെങ്കിലും ഷട്ട് ഡൗൺ ചെയ്തോ, വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി അവിടെ മുടങ്ങിയോ? ഒന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് എന്ന് പറയുന്ന പുതിയ പുതിയ മേഖലകളിലേക്ക് ലോകം കടന്നതോടുകൂടി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പണ്ട് ഈ 15 ബാങ്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 4-5 ബാങ്കുകൾ. ബാങ്ക് പോയ കാലം മറന്നു, ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോ. അപ്പൊ ഇനി ഒരു സ്ഥലത്ത് ഒരു ഔട്ട്ലെറ്റിൽ ഒരു മാനേജറും ഒരാളും ഒരു സ്റ്റാഫും മാത്രം മതി ഇന്നത്തെ ഒരു ബാങ്കിങ് മേഖലയിൽ പോലും. കാരണം അത്രമാത്രം രീതിയിൽ ഒന്ന് ആലോചിക്കുക. നേരത്തെ മധു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ട് സെക്യൂരിറ്റി ജോലിക്ക് പോലും പ്രവാസികൾ റിട്ടയർമെന്റിലേക്ക് വന്നിട്ട് പോയിരുന്നു, ആ ജോലി പോലും ഒന്നും എടുക്കാൻ പറ്റാണ്ടായി. കാരണം എന്തുകൊണ്ട്, ഇനി അങ്ങോട്ട് സെക്യൂരിറ്റി സിസ്റ്റം മുഴുവനും റോബോട്ടിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഓട്ടോമേറ്റഡ് എന്നുള്ള രീതിയിലേക്ക് മാറി. ശരിയാണോ അല്ലയോ? അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിനെ കുറിച്ച് ആവശ്യകത വരുന്നത്. ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെ കയ്യിൽ വലിയ കാശ് വേണം, ചെയ്ത് പരിചയം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സത്യസന്ധമായ വാക്കുകളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താന്ന് ചോദിച്ചാൽ, ഈ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഒരാളെടുത്തും എനിക്ക് കള്ളം പറയേണ്ടി വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ, ഞാൻ ഇന്ന് വരെയും എന്റെ വരുമാനമോ ഞാൻ എന്ത് നേടിയെന്നോ പറഞ്ഞിട്ട് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ എന്ത് നേടി എന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇത് ആവശ്യമാണോ അല്ലേ എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ കാര്യം. സത്യല്ലേ? കാരണം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീരുമ്പോ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഇതിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഒരു എന്തെങ്കിലും ജീവിതത്തിൽ നേടണം എന്നുള്ള ഒരു തീ ഉണ്ടായിട്ടുണ്ടോ? 1000 കുടം വെള്ളം ഒഴിച്ചാലും കേടാത്തൊരു തീ ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നാൽ മാത്രം മതി. കാരണം അത് എന്തുകൊണ്ടാ പറയണെന്നറിയോ, ഒരു 3 വർഷം മുന്നേ ഈ കമ്പനിയിലേക്ക് വന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള 58 വയസ്സുള്ള ഒരു വീട്ടമ്മയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വപ്ന ചേച്ചി എന്ന് പറഞ്ഞ സ്വപ്ന മേഡം ഈ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് കമ്പനിയുടെ 13 റാങ്കും അച്ചീവ് ചെയ്ത് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് അടക്കം ഈ കമ്പനിയിൽ നിന്ന് ഏകദേശം 4 കോടി രൂപയോളം വരുമാനം വാങ്ങിച്ചൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു സാധാരണക്കാരിയുണ്ട്. അവര് 4 വർഷം മുന്നേ ആരായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ പോയി അന്വേഷിക്കുക. സത്യമാണോ അല്ലയോ? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ജോബ് യോഹന്നാൻ ഉണ്ടായിരുന്നു. ഇന്ന് കമ്പനിയുടെ 12ാമത്തെ റാങ്കിൽ നിൽക്കുന്ന വ്യക്തി. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ 2 ദിവസം മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൺലൈൻ മീറ്റിംഗ്. രാത്രി 11:30 മണിക്കാണ് നടക്കണേ. പുള്ളിക്കാരൻ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നേരത്തെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഡെങ്കു ഫീവർ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. തിരിച്ചു വന്നു. ആ സമയത്ത് പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ 12:45 ഒരു മെസ്സേജ് വരെ 30,000 രൂപ അന്നത്തെ ദിവസത്തെ ഡെയിലി സീലിംഗ് വരുമാനം. ഞാൻ ഇല്ലാത്തതല്ല കേട്ടോ പറയണേ. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഒരു അസുഖം വന്ന് കഴിഞ്ഞ ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ നിന്നിരുന്ന സമയത്ത് പോലും 1 രൂപ പോലും ഇൻകം മുടങ്ങാതെ അന്നത്തെ ദിവസത്തെ പേ ഔട്ട് 30,000 മെസ്സേജ് വരുമ്പോൾ ഫോണിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ലോകത്ത് ഏത് ബിസിനസ്സിൽ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ 10 ദിവസം കിടന്ന ജീവിതത്തിന്റെ സാമ്പത്തിക ഭദ്രത തീർന്നു പോയി. എന്തിനു പറയണം, ഇന്ന് കഴിക്കണ ഭക്ഷണം മര്യാദയ്ക്ക് ദഹിച്ചില്ല, 4 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നാൽ തീർന്നു ഒരു ശരാശരിയുടെ സാമ്പത്തിക ഭദ്രത, ശരാശരി മലയാളിയുടെ സാമ്പത്തിക ഭദ്രത. ശരിയാണോ അല്ലയോ? ഇതൊരു ഓപ്പർച്യൂണിറ്റിയാ. ഞാൻ പറയണത് ഒരു 3 വർഷം 4 വർഷം മുന്നേ ഈ കമ്പനിയിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്ത് എന്റെ ജീവിതത്തിൽ അവസാന പിടിവള്ളിയാണെന്ന് തീരുമാനിച്ചിറങ്ങിയ ഓരോരുത്തരും ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് 12, 13 റാങ്ക് അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതിലൂടെ കൊടുത്ത വരുമാനത്തിന്റെ സാധ്യത എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള. ശരിയാണോ അല്ലയോ? ഇതൊരു ഓപ്പർച്യൂണിറ്റിയാ. ഞാനിത് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണം നാളെ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്താ പറയുക, എന്നും പരാജയത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴുന്ന് കിടക്കുമ്പോഴുള്ള പരാജയമല്ല, ആ കിടക്കുന്ന സ്ഥലത്തിന് വീണ്ടും കിടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും പരാജയപ്പെടുന്നത്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മുടെ കയ്യിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വം. ശരിയാണോ അല്ലയോ? ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ നന്മ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, നമ്മളെ കൂടെ വരുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു എൻലൈറ്റ് ചെയ്തുകൊണ്ട്, ഒരു ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവരുടെ എല്ലാം വരുമാനം വാങ്ങിക്കുമ്പോൾ നമ്മളും അവരും ഒരുമിച്ച് സക്സസ് ആകുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസിന്റെ പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്.
അല്ലാതെ ചുമ്മാ പണിയും കളഞ്ഞിറങ്ങിയ ഒരു പ്രൊജക്ട് ഒന്നല്ല ഫിജിക്കാർട്ട് എന്ന് പറയുമ്പോ. എല്ലാരും വിചാരിക്കും ഇന്നും 50 PV 100 PVയുടെയും പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന്. ഇനി കുറച്ച് ചങ്കൂറ്റവും കൂടി വേണം. എന്തുകൊണ്ടാ ചങ്കൂറ്റം എന്നറിയോ? ആദ്യം നമ്മൾ ഈ കമ്പനീനെ വിശ്വസിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു വിശ്വാസം വേണം. ഇന്ന് എന്റെ അടുത്ത് ഈ കമ്പനിയിൽ ഇന്ന് ഈ ബിസിനസ് നടക്കില്ല, പറ്റില്ല എന്നൊരാള് പറഞ്ഞാൽ എനിക്ക് ചങ്കൂറ്റത്തോട് പറയാൻ വേണ്ടി, അത് ഡോക്ടർ ബോബി ചെമ്മൺ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ പോലും അത് അങ്ങനെയല്ല സാറേ, അത് പറ്റുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് തുടക്കം മുതൽ ഈ കമ്പനിയുടെ ഓരോ സാധ്യതയും മനസ്സിലാക്കിയ ഒരു വ്യക്തി ഞാനാ. ഇന്ന് എനിക്ക് മുന്നേ ആരും വന്നിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരണേ. കമ്പനി തുടങ്ങുമ്പോൾ ഒരേയുള്ള ആള് ഞാൻ മാത്രമേ ഉള്ളത്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യോ ഇൻസ്പയർ ചെയ്യോ ഒന്നുമല്ല. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്തു എന്നുള്ളതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത്യാവശ്യം വരുമാനം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സമയത്താണ് ജോലിയുടെ സാധ്യത കുറഞ്ഞു തുടങ്ങിയത്. കിട്ടിക്കൊണ്ടിരുന്ന സാലറി കുറഞ്ഞു തുടങ്ങിയപ്പോ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഫിജിക്കാർട്ടിൽ സീരിയസ് ആവണമെന്ന് വിചാരിച്ചേ. എന്നാൽ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്, ദുബായിലല്ലേ, കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ള ആളിയാ, ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുമ്പോൾ ഒരു ക്യാമറ അടിക്കണ കാശ് വേണ്ട ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. സത്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ? നമ്മൾ റെഗുലർ ആയിട്ട് മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് ഒരു ടൈമിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതൊരു ഫ്രാഞ്ചൈസി മോഡലല്ലേ. നമ്മൾ പറയാ ആൾക്കാർ, ഇത് ആൾക്കാർ കേൾക്കുമ്പോ പറ്റില്ല പറയാ, നെഗറ്റീവ്. എന്തുട്ടാ നെഗറ്റീവ് ഇതിലുള്ള ഈ ബിസിനസ്സിൽ? ഒരു 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ജീവിതത്തിൽ 3.5 കോടി 4 കോടി അച്ചീവ് ചെയ്ത ആൾക്കാരുടെ ജീവിതം ഞാനിവിടെ കാണിച്ചു തന്നോ? ശരിയാണോ അല്ലേ? ഏത് കോടതിക്കും വേണ്ടത് എന്താ പറയുക? തെളിവുകളെ വേണ്ടേ? ആ തെളിവുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്, എന്നിട്ട് അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും നമ്മൾ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ മൈൻഡ് സെറ്റാ പ്രശ്നം. ഇതൊക്കെ നടക്കോ? ഒക്കി പറ്റിയ പണിയാണോ? പറ്റണ പണിയാണ് സാറേ ഇത്. കാരണം എന്താണെന്നറിയോ? പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ, പറയുമ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണിലൊരു തീപ്പൊരി ഉണ്ടാവണം. നമ്മൾ പറയുന്ന ഒരു സാധ്യതയ്ക്കുള്ള ഒരു വാല്യൂ ഉണ്ടാവണം. 9 months ഗോൾഡ് ആണ്, പരിശുദ്ധ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ടേ ഉന്തുവണ്ടിയിൽ കൊണ്ട് വെക്കുക. സ്വർണം വേണോ പറഞ്ഞാൽ നാട്ടുകാർ വാങ്ങിക്കുവോ? ആരും വാങ്ങിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട രീതിയിൽ ഇരിക്കുമ്പോഴേ അതിന് വാല്യൂ ഉണ്ടാവണേ. അല്ലാതെ അത് ഹോൾസെയിലിൽ കൊടുക്കണമെന്ന് ഉന്തുവണ്ടി കൊണ്ട് നടന്നു വിറ്റ് ആരും വാങ്ങിക്കില്ല. സത്യല്ലേ? അപ്പൊ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു വാല്യൂ അഡീഷൻ അതെന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റണം. ശരിയാണോ അല്ലയോ? അപ്പോ അതിലേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഞാൻ ഈ ബിസിനസ്സിലൂടെ വാങ്ങി ഈ ബിസിനസ് എന്താന്ന് പഠിക്കാൻ തയ്യാറായി. പഠിക്കാതിരിക്കുമ്പോഴേ പ്രശ്നം. പഠിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലേക്ക് വരുമ്പോഴും അതിന് കുറച്ച് അറിവുകൾ വേണം. അത് അറിവില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ ഇന്നും ഈ പ്രോഗ്രാമിൽ കയറുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയണോ വേണ്ടെന്ന് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ നെഞ്ചിൽ ചങ്കെടുപ്പാണ്. ഞാൻ ഈ 8-9 വർഷം കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത്, എന്നോളം ഒരാളും വിജയിക്കാരന്റെ പ്ലാൻ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നോളം ചിലപ്പോൾ ഒരാളും വിജയിക്കാരന്റെ പ്രോഗ്രാമിൽ പോലും കയറിയിട്ടുണ്ടാവില്ല. അഹങ്കാരം കൊണ്ട് പറയില്ല, അന്നുപോലെ ഈ പണി തുടങ്ങിയത് കൊണ്ടാട്ടോ. പക്ഷെ എന്നിട്ടും ഇന്നും ഈ പ്രോഗ്രാമിന് വരുമ്പോ എന്ത് സംസാരിക്കണം എന്ന് പേടിയാ. കാരണം എന്താ അറിയോ? എന്റെ വാക്കോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറുതായിട്ട് മോശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിനെ ബാധിക്കുക എന്നുള്ളൊരു പേടി കൊണ്ടാ വീണ്ടും ഇന്നത് പഠിക്കാൻ തയ്യാറാവണേ. കാരണം ആ തിരിച്ചറിവ്. ചിലപ്പോ മധുസാരൊക്കെ എപ്പോഴും പ്രോഗ്രാമിന് പറയും, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്തൊരു ഹൗസ് മീറ്റിംഗ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. 18 പേരുണ്ട്. എന്റെ അപ്ലൈൻ വിളിച്ചിട്ട് വന്നില്ല. 10-18 പേര് രാത്രി 8:30 മണിക്ക് ഞാൻ TV ഒക്കെ തുറന്ന് അടിപൊളിയായിട്ട് പ്രോഗ്രാം പറയാം. ഒരു 10-11 മണിയായപ്പോ കഴിഞ്ഞപ്പോഴാണ് എന്റെ പ്ലാൻ കഴിഞ്ഞ് നോക്കുമ്പോ അവസാനത്തെ ഒരു 3 പേരേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പോവാത്തേ ചോദിച്ചാൽ പറയാം, സാറേ നിങ്ങൾ പോയിട്ട് വേണം വാതിലടയ്ക്കാൻ, നിങ്ങൾ എന്റെ വീട്ടിൽ നിങ്ങൾ ഇരുന്ന് പ്ലാൻ പറയണം. ഇതാണ് എന്റെ അവസ്ഥ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്നാണ് ഈ ബിസിനസ്സിൽ എങ്ങനെ പഠിക്കണം. കാരണം ഇപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞെന്നറിയോ? നമ്മുടെ വിജയം എന്ന് പറയുന്നത് വേറൊരാളുടെ ദയായിട്ട് മാറരുത്. സത്യമാണോ അല്ലയോ? കാരണം എന്തുകൊണ്ടാ പറയണെന്നറിയോ? നമ്മളെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരാളുടെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോ നമ്മൾ എവിടെ എത്തില്ല. കറക്റ്റാണോ അല്ലയോ? അപ്പൊ അതിലേക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, fijica.com ചെയ്യുമ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കമ്പനിയിൽ വന്ന തുടക്കത്തില് എന്റെ കൂട്ടുകാരത്ത് 2-3 പേരെടുത്ത് പറഞ്ഞു, അളിയാ ഒരു ബെസ്റ്റ് പ്രോജക്റ്റ് ആണ്, എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് കൂടെ നിൽക്കുന്ന പറഞ്ഞ 2-3 പേരെന്ന് തുടങ്ങിയ പ്രോജക്റ്റ് ഇന്നൊരു 10-25,000-ഓളം വരുന്ന ഒരു ടീമായി. ഞാൻ ആ ടീമിന്റെ മഹിമയോ വലിപ്പം ഒന്നും അല്ല പറയണേ. ശരിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അതിലുള്ള 100 പേരെങ്കിലും അവനവന്റെ വീട്ടിലേക്കുള്ള ഇനി പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും മേടിക്കും. അത് ക്ലീനിങ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, ഇനി അരി ആയിക്കോട്ടെ, മുളകായിട്ടോ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ ഒരു 10 രൂപ വെച്ച് കിട്ടിയാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 10, 100, 1000 രൂപയായി.
സുഹൃത്തെ, മാസം 30,000 രൂപ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ കുടുംബത്തിന് കിട്ടുന്ന ഞാൻ എടുത്ത തീരുമാനത്തിന്റെ പേരായിരുന്നു fijicard.com. ഇത് എങ്ങനെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നേരത്തെ രമ്യ മാം പറഞ്ഞ ഒരു 10 ദിവസം ലീവ് എടുത്ത് മാറി നോട്ടെ, നിങ്ങളുടെ വരുമാനം മുടങ്ങില്ലാന്നേ. ഞാനിതാ കഴിഞ്ഞ 1.5 മാസം ഞാൻ ദുബായിലായിരുന്നു. ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ 2 മാസം ഫിജിക്കാരന് വേണ്ടി ഇവിടെ ഉണ്ടാവും. വീണ്ടും 1 മാസം പോവും. ഒന്ന് ആലോചിച്ചൊക്കെ, ലോകത്ത് പണ്ട് ലീവിന് വരാൻ വേണ്ടി ഞാൻ 10 വട്ടം ആലോചിച്ചുകൊണ്ടിരുന്നതാ. ഒരു വർഷത്തിൽ ലീവിന് വരുന്ന കാര്യം ഞാൻ പറയണേ. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പാസ്പോർട്ടിൽ കഴിഞ്ഞ 3 വർഷം അൺഎംപ്ലോയ്മെന്റ് എന്റെ പാസ്പോർട്ടിൽ എന്റെ വിസ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കോപ്പി അയച്ചു തരാം. ജോലിയില്ലാതെ ദുബായിൽ പട്ടിണി കിടക്കണമെങ്കിൽ വേണം 100 ദിർഹംസ്. ആ സമയത്താണ് ഫിജിക്കാരന്റെ വരുമാനം കൊണ്ട് ജീവിക്കാന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട്. സോ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇനി നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കണമെന്നില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഇന്ന് ഈ പ്രോഗ്രാം ഒക്കെ കേട്ടു കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കുടുംബത്തിന്റെ ചിത്രത്തിൽ നിന്ന് ഒരു വ്യക്തി ഇല്ലാതാവുമ്പോൾ തീരുന്നു ആ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്. സത്യമാണോ അല്ലയോ? ഞങ്ങളുടെ ടീമിൽ ഒരു മേഡം ഉണ്ട്. ഞാൻ ഇപ്പോഴും മധുസാറിന്റെ, നേരത്തെ പ്ലാൻ പറഞ്ഞ മധുസാറിന്റെ ടീമിലുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ആ മേഡത്തിന്റെ സിസ്റ്റർ ആണെന്ന് ചെയ്യുന്നത്. അവരിന്ന് SM റാങ്ക് കഴിഞ്ഞ് STM എന്ന് പറഞ്ഞ കമ്പനിയുടെ റാങ്കിലേക്ക് പോകുന്നു. അവരുടെ സഹോദരിയാണ് തുടങ്ങിയത്. എന്നാൽ സഹോദരി ജീവിച്ചിരിപ്പില്ല. പ്രസവ സമയത്ത് കുട്ടി മാത്രം രക്ഷപ്പെടുന്നു, അവര് മരണപ്പെടുന്നു. പക്ഷേ ഇന്ന് അതിന്ന് ഒരു 100 രൂപയാണെങ്കിൽ പോട്ടെ, അതിന്ന് ഫിജിക്കാട്ടുന്ന ഒരു വരുമാനമായിട്ട് ഇന്ന് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അതിന്റെ പേരാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റണമെന്ന് അറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും മറ്റുള്ളവരുടെ മനസ്സിൽ ഇന്നും ജീവിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് തിരിച്ചറിയാം. സോ താങ്ക് യു സോ മച്ച്.